PR എന്നു പറഞ്ഞാൽ ഇതൊരു ഡാമേജ് കൺട്രോൾ ആണോ അല്ലെങ്കിൽ ഇതൊരു മാനിപ്പുലേഷൻ ആണോ? PR ബേസിക്കലി പെർസെപ്ഷൻ മാനേജ്മെൻറ്റാണ്. അതിനകത്ത് ഡാമേജ് കൺട്രോൾ ഉണ്ട്, അല്ലെങ്കിൽ ക്രൈസിസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റെപ്യൂട്ടേഷൻ മാനേജ്മെൻറ്റ് ഉണ്ട്, ഇമേജ് ബിൽഡിംഗ് ഉണ്ട്. ഈ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരാളെ എപ്പോഴും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ പറ്റില്ല. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ബാക്ക് ഫയർ ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സോ അൾട്ടിമേറ്റ്ലി PR-നെ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്ന പേര് പറയാൻ പറ്റുമല്ലോ ഉണ്ടാവും. നമ്മുടെ FMCG ബ്രാൻഡുകൾ, ഇന്ത്യയിലെ പ്രമുഖ FMCG ബ്രാൻഡുകൾ തന്നെ നമ്മൾ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയത്തില്ല, ഇരട്ടത്താപ്പ് നയത്തിൽ രീതിയിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ബാക്ക് ഫയർ ചെയ്യാറുണ്ട്. അനീഷ്, ഇപ്പം അടുത്ത കാലത്ത് ഓൺലൈൻ ഗെയിമിൻ്റെ പരസ്യമോ അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ഒരു എന്താ പറയുക ഡിജിറ്റൽ പ്രസൻസ് കുറച്ചൊന്നും കുറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല ഭയങ്കരമാണ് ഈ പമ്പിങ് ചെയ്യുന്നത് ഇവരുടെ പ്രൊമോഷൻസ് വേണ്ടി. അത് ട്രഡീഷണൽ ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും. പക്ഷേ നമ്മുടെ നാട്ടിലും ഇന്ത്യയിലും ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു. അതേപോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിനും റെസ്ട്രിക്ഷൻസ് വന്നു. അപ്പം നമുക്കറിയാവുന്ന പല സെലിബ്രിറ്റീസും ഇതിനെ എൻറോസ് ചെയ്തിട്ടുമുണ്ട്. അപ്പം അത് തന്നെ വലിയൊരു വിധത്തിൽ അവർ ചെയ്തു. അവർ ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവോ ഇതിൻ്റെ ലാർജർ പെർസ്പെക്റ്റീവിൽ ഇതെന്താ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇമ്പാക്റ്റ് അറിയാതെ പോയി ബ്രാൻഡിനെ എൻറോസ് ചെയ്യുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഈ പറയുന്ന ബ്രാൻഡുകളുടെ പെനിട്രേഷൻ ഇപ്പോൾ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ചെറിയ ചെറിയ ലോക്കൽ സ്പോൺസർഷിപ്സ് കാര്യങ്ങളൊക്കെ അവരുടെ ബ്രാൻഡിൻ്റെ നെയിം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് പ്യൂർ മാനിപ്പുലേഷൻ.